അവസാനം ഈ മനുഷ്യനെ ഭയങ്കരമായി ചൂടായിട്ട് നമ്മളെ വെല്ലുവിളിക്കുന്നുണ്ട് മുബാഹല നടത്താൻ. മുബാഹല നടത്താൻ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, മുസ്ലിങ്ങൾ തമ്മിൽ മുബാഹല വെല്ലുവിളിക്കാറില്ല. നമ്മൾ നടത്തിയിട്ടുള്ളത് ഖാദിയാനികളെയൊക്കെയാണ്, ക്രിസ്ത്യാനികളെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഒരു മുസ്ലിമിനെ മുബാഹലക്ക് വെല്ലുവിളിക്കാറില്ല. അപ്പൊ നമ്മളത് സ്വീകരിക്കുകയാണ്. ഒരു മുസ്ലിം അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു അമുസ്ലിമും ഒരു മുസ്ലിമുമാണ് നടത്തേണ്ടത്. ഞങ്ങൾ മുസ്ലിങ്ങളാണ് ജക്കരിയാന്റെ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിൽ മുബാഹല നടക്കുന്നില്ല. എന്നാൽ ഈ മുബാഹലക്കുള്ള വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുക്കുന്നു, ഞങ്ങൾ മുസ്ലിങ്ങളായതുകൊണ്ട്. ഈ മുബാഹലക്കുള്ള വെല്ലുവിളി ഒന്നും കേട്ടോളി. ഞാൻ മുബാഹലക്ക് വെല്ലുവിളിക്കുന്നു. മുബാഹല എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിലാണ് നടത്തല്. ക്രിസ്ത്യാനികളെ എനിക്ക് വെല്ലുവിളിച്ചിട്ടുള്ളൂ, കാദിയാനികളുമായിട്ടേ നമ്മൾ നടത്തിയിട്ടുള്ളൂ. പക്ഷെ ആ നിലവാരത്തിലേക്ക് ഒരു തരം താഴ്ന്നത് കൊണ്ട് ഞാൻ പറയാണ്, ഈ വിഷയത്തിൽ ഞാൻ ഷേഖിന്റെ അടുത്തുനിന്ന് പൈസ KNMന്റെ ദഅവത്ത് ഫണ്ടിന് വേണ്ടി വാങ്ങി ദുരുപയോഗം ചെയ്തു എന്ന് നിങ്ങളും അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന്റെ ഏത് ആവശ്യത്തിന് വാങ്ങിയോ ആ ആവശ്യത്തിനെ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് അദ്ദേഹത്തിന് ബോധ്യമുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് എന്നെ കൊണ്ട് അസൽമിന് ബോധ്യമുള്ള കാര്യമാണ്. ഈ വിഷയത്തിൽ മുബാഹലക്ക് തയ്യാറുണ്ടോ? ഈ പറഞ്ഞവർ വരട്ടെ, മൻസൂർ അലി ജമ്മാടും അവന്റെ വാലാട്ടികളും ഒക്കെ വരട്ടെ, അവരെ ഭാര്യമാരെയും കുട്ടികളെയും കൂട്ടിയിട്ട് വരട്ടെ. പരസ്യമായ സ്റ്റേജിൽ വെച്ച് ഒരു ശാപപ്രാർത്ഥന നടത്താൻ ഇവർക്ക് ധൈര്യമുണ്ടോ? ഞാൻ വെല്ലുവിളിക്കാണ് കുവൈത്തിലെ മടവൂരി വാലാട്ടികളെ മുഴുവനും. ആ വെല്ലുവിളി വളരെ ആത്മാർത്ഥതയോടെ നമ്മൾ ഏറ്റെടുക്കുകയാണ്. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിലാണ് മുബാഹല നടത്തുക, നമ്മൾ മുസ്ലിങ്ങളാണ്. അത് അംഗീകരിച്ചുകൊണ്ട് നമുക്ക് ആ വെല്ലുവിളി ഏറ്റെടുക്കാം. ഇയാളും വരട്ടെ, ഭാര്യമാര് എന്നുള്ള ബഹുവചനം കുറെ കൂടി ഫിറ്റാവും അവിടെയാണ്. ഭാര്യമാരെയും കുട്ടികളെയും കൊണ്ട് വരട്ടെ. അപ്പൊ അങ്ങനെ നമുക്ക് കുടുംബങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാരും വെച്ചിട്ട് മുബാഹല നടത്താം. ദഅവാ ഫണ്ടാണ് അദ്ദേഹം ഉപയോഗിച്ചത്, KNMന് അവകാശപ്പെട്ട ഫണ്ടാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അത് സ്വന്തമാക്കി സ്വന്തം പേരിൽ നടത്താൻ അദ്ദേഹത്തിന് അവകാശമില്ല. ഞാൻ നേരത്തെ പറയാൻ വിട്ടൊരു കാര്യം, അദ്ദേഹം അത് പണിത ഭൂമിന്റെ കാര്യം ഒന്ന് അറിയേണ്ടതുണ്ട്. അയാളുടെ ബുദ്ധിന്റെ ഒരു ആഴം ഇക്കാര്യത്തിലൊക്കെ ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ദീനിന്റെ കാര്യത്തിലാണല്ലോ. അവനെ കീസിന്റെ കാര്യത്തിൽ ബുദ്ധി എങ്ങനെ ഉപയോഗിക്കാലോ? ഈ അറബി പൈസ കൊടുത്തത് അയാൾ കത്തിൽ തന്നെ പ്രത്യേകം പറയുന്നുണ്ട്, ഭൂമിക്കും കെട്ടിടത്തിനുമുള്ള പണം അറബി തന്നു എന്നാണ്. ഈ ഭൂമി ഇയാൾ എന്ത് ചെയ്തു അറിയോ? സ്വന്തം വീട് നിൽക്കുന്ന ഭൂമിയിൽ ഒരു കഷ്ണം അയാൾ തന്നെ വിലക്കെട്ടി. എന്നിട്ട് അത് വിറ്റു. ആർക്ക്? സക്കരിയ സലാഹി, ഡോക്ടർ സക്കരിയ സലാഹിക്ക് വിറ്റു. എന്നിട്ട് അതില് ഡോക്ടർ സക്കരിയ സലാഹി ഡയറക്ടർ ആയിട്ടുള്ള ഈ ലൈബ്രറി പണിതു. അപ്പൊ എന്തായി? ഇതിൽ നിന്നുള്ള ബാക്കി ഫണ്ടിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നമുക്ക് പിന്നെ പറയാം. ഇതിന്ന് ഇങ്ങനെ തന്നെ ഒരു ഫണ്ട് മൂപ്പര് സ്വന്താക്കി. ഭൂമിക്കുള്ള സ്ഥലം ഇത് ക്യാഷ് അറബി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയും കൂടി ആ ക്യാഷ് പറ്റിയ ഒരു മനുഷ്യൻ പിന്നെ ഈ ഫണ്ടൊക്കെ എങ്ങനെ ചെയ്തിട്ടുണ്ടാവും നമുക്ക് ആലോചിക്കാവുന്നല്ലേ ഉള്ളൂ. എന്നിട്ട് മുബാഹലക്ക് വെല്ലുവിളി. ഇയാൾ എന്നിട്ട് പറയുമ്പോ ഈ കേൾക്കുന്ന ആൾക്ക് മുബാഹലക്ക് വിളിച്ചല്ലോ, ഇനിയിപ്പോ ഓക്കെ ഒരു സത്യസന്ധനാണ്. ഇനി ആ മുബാഹല ആത്മാർത്ഥതയോടുകൂടി മുജാഹിദ് പ്രവർത്തകർ ഏറ്റെടുക്കുകയാണ്. അതോടൊപ്പം ഒരു നിബന്ധന കൂടി നമ്മൾ വെക്കുകയാണ്. ഈ മുബാഹലയിൽ മറ്റു പല വിഷയങ്ങൾ കൂടി ചേർക്കേണ്ടതുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പിളർപ്പിന്റെ ആ ആദ്യഘട്ടം തൊട്ട് ഈ നാള് വരെ ഈ സക്കരിയ സലാഹി കേരളത്തിലെ മുജാഹിദ് നേതാക്കളെ CP ഉമർ സുല്ലമി, അബ്ദുസലാം സുല്ലമി, അതുപോലെ ഹുസൈൻ മടവൂർ, KK മുഹമ്മദ് സുല്ലമി തുടങ്ങിയ നേതാക്കൾക്കെതിരെ എല്ലാം തന്നെ ഉന്നയിച്ചിട്ടുള്ള എല്ലാവിധ ആരോപണങ്ങളും സംഘടനയുടെ പ്രവർത്തകർക്കെതിരെ, സംഘടനാ ഘടകങ്ങൾക്കെതിരെ, സംഘടനയുടെ ഓരോ ശാഖകൾക്കെതിരെ, മേഖലകൾക്കെതിരെ എല്ലാ നിലക്കും സക്കരിയ സലാഹി ഇക്കാലം അത്രയും ഉന്നയിച്ചിട്ടുള്ള എല്ലാവിധ വാദങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മുബാഹല നമുക്ക് നടത്താവുന്നതാണ്. അതിനുവേണ്ടിയുള്ള വേദി ഒരുക്കാവുന്നതാണ്. മുസ്ലിങ്ങളായ ഞങ്ങൾ അതിന് തയ്യാറാണ്. എല്ലാവിധ മുജാഹിദ്, നിങ്ങൾ ക്ഷണിക്കുന്ന മുജാഹിദുകളൊക്കെ വരാം. ഈ പറഞ്ഞ പോലെ കുടുംബസമേതം വരാം, വരട്ടെ. അവരും വന്നിട്ട് ഇത് ദഅവാ ഫണ്ടാണ്, ദഅവത്തിനുള്ള ഫണ്ടാണ്, KNMന്റെ ഫണ്ടാണ്, KNMന് അവകാശപ്പെട്ടതാണ്, സക്കരിയ സലാഹിക്ക് അവകാശപ്പെട്ടതല്ല. അത് എന്ത് പറഞ്ഞ പോലും ദീനിന്റെ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ അത് സക്കരിയ സലാഹിക്ക് അർഹതപ്പെട്ട സ്വത്തല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കണ്ടില്ലേ? അതാണ്